ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടോക്ക് ഓൺലി പി എസ് സിയിൽ അടുത്ത 10 കറണ്ട് അഫെയർ പഠിക്കാൻ പോവാണ്. എല്ലാവരും കഴിഞ്ഞ കറണ്ട് അഫെയറുകളൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്കത് നന്നായിട്ട് ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്, നമുക്ക് ആ എക്സാം ഹോളിൽ പെട്ടെന്ന് അത് റീകളക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മളതുകൊണ്ട് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിന് ഒരുപാട് തവണ നമ്മൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്താൽ മാത്രമാണ് തെറ്റുകൂടാതെ പെട്ടെന്ന് നമുക്കതിനെ റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ഇന്നത്തെ 10 കറണ്ട് അഫെയർ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ പോവാണ് ഡയറക്റ്റ് ആയിട്ട്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി. ആരുടെയാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഓക്കെ, ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായി ഏത് ജില്ലാ കോടതിയുടെ കീഴിലാണ് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലാ കോടതിയുടെ കീഴിലാണ് ഫാത്തിമ ബീവിയുടെ ഓർമ്മയ്ക്കായിട്ട് ലൈബ്രറി കോർണർ സ്ഥാപിക്കുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. നെക്സ്റ്റ്, സെക്കൻഡ് വൺ, 2024 ഫെബ്രുവരിയിൽ കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യത്തെ കൂൺഗ്രാമം പദ്ധതി നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്ത്. എന്താണ് ആദ്യത്തെ കൂൺഗ്രാമം പദ്ധതി? എന്തിന്റെ ഇതിലാണ്? 2024 ഫെബ്രുവരിയിലാണ് കേരളത്തിലെ പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യത്തെ കൂൺഗ്രാമം പദ്ധതി നിലവിൽ വന്ന ഗ്രാമപഞ്ചായത്താണ് നന്ദിയോട് പഞ്ചായത്ത്, തിരുവനന്തപുരം. ഓക്കെ, നന്ദിയോട്, തിരുവനന്തപുരം. ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നാണ് കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പൊ ആരുമായിട്ട് ചേർന്നിട്ടാണ് കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാല് ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്നിട്ടാണ് കൂൺഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത്. ഓക്കെ, നമ്മുടെ എനർജി എവിടെയും ലോസ് ആവാൻ പാടില്ല കേട്ടോ. എനർജി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കുറച്ചേരം ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് ഇല്ല എനിക്ക് പറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ഗഗൻയാൻ ബഹിരാകാശ യാത്ര ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 പൈലറ്റുമാരിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയി പാലക്കാട് നെന്മാറ സ്വദേശി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും ഉൾപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഗഗൻയാൻ ബഹിരാകാശ യാത്രാ ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന 4 പൈലറ്റുമാരിൽ ഒരാള് നമ്മളുടെ കേരളത്തിലെ പാലക്കാടുള്ള നെന്മാറ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഓക്കെ, 4 പൈലറ്റുമാരുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അതിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആയിട്ട് പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ശുഭാംശു ശുക്ല, അങ്കദ് പ്രതാപ്, അജിത് കൃഷ്ണൻ, ഈ 3 പേരാണ് ആ 4 പൈലറ്റുമാരിൽ ബാക്കിയുള്ള 3 പേര്. ഓക്കെ, എന്നിവരാണ് മറ്റു യാത്രികർ എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഫോർത്ത് വൺ, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി 2024 ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കരമന ജയൻ. എന്താണ്? പത്മനാഭ സ്വാമി അല്ലെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലേക്ക് കേന്ദ്ര സർക്കാരിന്റെയാണ് കേട്ടോ, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായി 2024 ഫെബ്രുവരിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് കരമന ജയൻ. ഫിഫ്ത് വൺ, ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി എന്താവുന്നതാണ്? സിവിൽ ജഡ്ജി ആകുന്ന ആദ്യ വനിതയാണ് ശ്രീപതി. എന്താണ്? ശ്രീപതി. ആദിവാസി സമൂഹത്തിൽ നിന്ന് സിവിൽ ജഡ്ജി ആകുന്ന ആദ്യ വനിത ശ്രീപതി. നെക്സ്റ്റ്, സാഹിത്യകാരി സാറ ജോസഫിന്റെ ഏറ്റവും വലിയ പുസ്തകമാണ് ലില്യപ്പ. എന്താണ്? ലില്യപ്പ. അത് ആരുടെയാണ്? സാറ ജോസഫിന്റെയാണ്. അവരുടെ ഏറ്റവും വലിയ പുസ്തകമാണ് എന്നുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ് സെവൻത് വൺ, കാസർഗോഡ് നടന്ന 36ാം കേരള ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യ അതിഥിയായി എത്തിയ നോബേൽ പുരസ്കാര ജേതാവാണ് മോർട്ടൻ പി മാമൽ ഡൽന. ഓക്കെ, മോർട്ടൻ പി മാമൽ ഡൽനയാണ് കാസർഗോഡ് നടന്ന 36ാം കേരള ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യാതിഥിയായിട്ടെത്തിയ നോബൽ പുരസ്കാര ജേതാവ്. ക്ലിയർ? എയ്ത്ത് വൺ, കോടതികളിൽ ഫീസ് സംബന്ധിച്ച പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ. എന്താണ്? കോടതികളില്
ഫീസ് സംബന്ധിച്ച പഠനം നടത്താൻ വേണ്ടി ആര് നിയമിച്ചതാണ്? സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷനാണ് ജസ്റ്റിസ് വി കെ മോഹൻ കമ്മിറ്റി. എന്താണ്? ജസ്റ്റിസ് വി കെ മോഹൻ കമ്മിറ്റി. പഠിക്കട്ടാ, കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും ജസ്റ്റിസ് വി കെ മോഹൻ കമ്മിറ്റി. ജസ്റ്റിസ് വി കെ മോഹൻ കമ്മിറ്റി എന്താ സംഭവം? കോടതികളിൽ ഫീസ് സംബന്ധിച്ച പഠനം നടത്താൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ. പഠിച്ചല്ലോ. 9th വൺ, കുറഞ്ഞ ചിലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ. എന്ത് സംഭവമാണ്? വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജനനി. വന്ധ്യതാ ചികിത്സയിലെ അപ്പൊ ജനനി കണക്ട് ചെയ്ത് പഠിക്കുക അല്ലെ. കുറഞ്ഞ ചിലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ജനനി. ഹോമിയോപ്പതി വകുപ്പിന്റെയാണ് കേട്ടോ ജനനി. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, നമ്മുടെ 10th കറണ്ട് അഫെയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആരോഗ്യ വകുപ്പ് നൽകുന്ന സേവനങ്ങൾ ആദിവാസി ജനതയ്ക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. സ്നേഹത്തോടെ കൈനീട്ടുക അല്ലെ. ആര്? ആരോഗ്യ വകുപ്പ് നൽകുന്ന സേവനങ്ങള് ആദിവാസി ജനതയ്ക്ക് നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ആരൊക്കെയാണ്? പട്ടികവർഗ വികസന വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സഹകരണത്തോടെ എവിടെ നടപ്പാക്കുന്ന? സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. അപ്പൊ നമ്മൾ 10 പഠിച്ചല്ലോ. എല്ലാവർക്കും എളുപ്പമാണോ? എളുപ്പമാക്കണം കേട്ടോ. നമ്മൾക്ക് ടഫാണെന്ന് നമ്മുടെ മൈൻഡിൽ തോന്നിയാൽ പിന്നെ അത് ടഫായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കെല്ലാം എളുപ്പമാണ്, നമുക്കെല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട്, നമുക്കെല്ലാം ഓർമ്മയിലുണ്ട് എന്നൊക്കെ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ മൈൻഡിൽ കുറച്ച് തവണ ഇതന്നെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. മീൻസ് എനിക്ക് എല്ലാത്തിനും പറ്റുന്നുണ്ട്, ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, എനിക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കൂട്ടാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.